4 വർഷങ്ങൾ പിന്നിട്ട റഷ്യ-യുക്രൈൻ യുദ്ധം. ലോകരാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ തകിടം മറിച്ച സംഘർഷം. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ റഷ്യയെയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു യുദ്ധമാണിതെന്ന് പറഞ്ഞാലോ? അതെ, പുടിൻ ഇപ്പോൾ നല്ല കാലമല്ല. റഷ്യയുടെ ആഭ്യന്തര ഇന്ധന വിതരണത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ വൻ ആക്രമണമാണ് യുക്രൈന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ ഇത് മാത്രമല്ല. പുടിനെയും റഷ്യയെയും സമ്മർദ്ദത്തിലാക്കുന്ന നിരവധി കാര്യങ്ങൾ യുദ്ധമുഖത്ത് സംഭവിക്കുന്നുണ്ട്. യുദ്ധത്തിൽ പുടിനും റഷ്യയും തോൽക്കുകയാണോ? എന്താണ് യുക്രൈൻ തീർക്കുന്ന പ്രതിരോധങ്ങൾ? എങ്ങനെയാണ് ഇവയെല്ലാം റഷ്യയെ സമ്മർദ്ദത്തിലാക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. തുടക്കകാലത്ത് വലിയ രീതിയിൽ ചർച്ചകൾ നടന്ന വിഷയമായിരുന്നു റഷ്യയുടെ യുക്രൈൻ അധിനിവേശം. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ പൂർണ്ണരൂപം ഇപ്പോൾ പുറം ലോകം അറിയുന്നില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ചില റിപ്പോർട്ടുകളാണ് യുദ്ധത്തിലെ റഷ്യയുടെ സാഹചര്യത്തെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാക്കിയത്. യുക്രൈൻ യുദ്ധമുഖത്ത് റഷ്യൻ സൈനികരുടെ അവസ്ഥയെക്കുറിച്ചായിരുന്നു അത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം യുക്രൈൻ യുദ്ധമുഖത്ത് റഷ്യൻ സൈനികരുടെ ആയുർദൈർഘ്യം വെറും 20 മുതൽ 35 മിനിറ്റ് വരെ മാത്രമായി ചുരുങ്ങിയെന്ന് വ്യക്തമാക്കുന്നു. അതെ, റഷ്യയ്ക്കുണ്ടാകുന്ന കടുത്ത നാശനഷ്ടങ്ങളുടെയും യുദ്ധത്തിന്റെ ഭീകരതയുടെയും വ്യാപ്തി കൃത്യമായി അടിവരയിടുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത്. എന്താണ് ഈ സാഹചര്യത്തിന് കാരണമെന്നത് ഇവിടെ പ്രധാനമാണ്. യുദ്ധമുഖത്ത് റഷ്യൻ കമാൻഡർമാർ നടത്തുന്ന പിഴവുകളും മതിയായ പരിശീലനമില്ലാതെ പുതിയ സൈനികരെ മരണമുഖത്തേക്ക് തള്ളിവിടുന്നതുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. യുക്രൈൻ സൈന്യത്തിന്റെ ശക്തമായ പ്രതിരോധവും ഡ്രോൺ ആക്രമണങ്ങളും നിലനിൽക്കുന്ന മുൻനിര പോരാട്ട മേഖലകളിൽ റഷ്യൻ സൈനികർക്ക് അരമണിക്കൂറിലധികം പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് പ്രധാന നിരീക്ഷണം. റഷ്യൻ പ്രതിരോധ മന്ത്രാലയവുമായി കരാറിലേർപ്പെട്ട് ദിവസങ്ങൾക്കകം കൃത്യമായ സൈനിക പരിശീലനം പോലും നൽകാതെയാണ് പുതിയ റിക്രൂട്ടുകളെ അതിർത്തിയിലേക്ക് നിയോഗിക്കുന്നത്. ഇത് യുക്രൈൻ സേനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിസന്ധി? അത് റഷ്യയുടെ ഒരു അതിബുദ്ധിയാണെന്ന് പറയേണ്ടി വരും. യുക്രൈൻ പ്രതിരോധ നിരയെ തകർക്കാൻ വലിയ തോതിൽ സൈനികരെ കൂട്ടത്തോടെ മുന്നോട്ടയക്കുന്ന ഹ്യൂമൻ വേവ് തന്ത്രമാണ് റഷ്യൻ കമാൻഡർമാർ ഇവിടെ പയറ്റുന്നത്. അതായത് സൈനികരുടെ ജീവന് വില കൽപ്പിക്കാതെയുള്ള പ്രവൃത്തി. ഇതാണ് മിനിറ്റുകൾക്കുള്ളിൽ മനുഷ്യജീവൻ പൊലിയുന്ന ഒരു ദുരന്തമായി മാറുന്നത്. റഷ്യൻ പക്ഷത്ത് പ്രതിദിനം ശരാശരി 1500-ലധികം സൈനികർക്ക് ജീവഹാനിയോ പരിക്കോ സംഭവിക്കുന്നുണ്ട് എന്നാണ് അടുത്തിടെ പുറത്തുവന്ന മറ്റ് പ്രതിരോധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായി ഈ വൻ നഷ്ടം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെയും സൈനിക നീക്കങ്ങളെയും വരും ദിവസങ്ങളിൽ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിർണായക വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ടാണ് അത്യാധുനിക ചിലവ് കുറഞ്ഞ ആയുധങ്ങളുമായി യുക്രൈൻ കളത്തിലിറങ്ങിയത്. പുടിൻ പ്രതീക്ഷിക്കാത്ത വിധം റഷ്യയ്ക്ക് ആഘാതം നൽകാൻ യുക്രൈൻ ഇതിലൂടെ സാധിച്ചു. S-400 പാൻസിർ പോലുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും യുക്രൈന്റെ വില കുറഞ്ഞ ഡ്രോണുകളെ തടയാൻ റഷ്യയ്ക്ക് സാധിക്കുന്നില്ല. യുക്രൈൻ ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്ക് വളരെ കുറഞ്ഞ വിലയാണ്. എന്നാൽ അവയെ നേരിടാൻ റഷ്യയ്ക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത് റഷ്യയുടെ മിസൈൽ ശേഖരം വേഗത്തിൽ കുറയ്ക്കാൻ കാരണമാകുകയും ചെയ്യുന്നു. താഴ്ന്ന ഉയരത്തിലും കുറഞ്ഞ വേഗതയിലും പറക്കുന്ന യുക്രൈൻ ഡ്രോണുകൾക്ക് റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സാധിക്കുന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം ഡ്രോണുകളെ കണ്ടെത്താൻ ആവശ്യമായ ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ നിർമ്മിക്കാൻ റഷ്യയ്ക്ക് ലഭ്യമല്ലാത്തതും ഒരു പ്രധാന വെല്ലുവിളിയാണ്. യുക്രൈൻ നടത്തുന്ന തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങൾ പല പ്രദേശങ്ങളിലും ഇന്ധനക്ഷാമത്തിന് കാരണമായതായി തുറന്ന് സമ്മതിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നതും മറ്റൊരു സുപ്രധാന കാര്യമാണ്. ഇതിനിടെ യുക്രൈന്റെ ഫ്ലെമിംഗോ മിസൈലും വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. റഷ്യൻ അതിർത്തിക്കുള്ളിലെ അതിശക്തമായ സൈനിക കേന്ദ്രത്തിന് നേരെ ഈ അടുത്ത് യുക്രൈൻ മിസൈൽ ആക്രമണം നടത്തി. യുക്രൈൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത FP5 ഫ്ലെമിംഗോ എന്ന ദീർഘദൂര ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ചാണ് റഷ്യയിലെ വോൾഗോഗ്രാഡ് മേഖലയിലെ പ്രമുഖ ആയുധ നിർമ്മാണശാല യുക്രൈൻ തകർത്തത്. ടൈറ്റൻ ബാരിക്കാഡി പ്ലാന്റിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് യുക്രൈൻ പറയുന്നത്. റഷ്യയുടെ ഏറ്റവും മാരകമായ തന്ത്രപ്രധാന മിസൈൽ സംവിധാനങ്ങളുടെ ലോഞ്ചറുകൾ നിർമ്മിക്കുന്നത് ഈ ഫാക്ടറിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണം വരും ദിവസങ്ങളിൽ റഷ്യയുടെ മിസൈൽ ഉൽപ്പാദനത്തെയും വിന്യാസത്തെയും സാരമായി ബാധിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് 3000 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ള യുക്രൈന്റെ ഏറ്റവും പുതിയ ആയുധമാണ് FP5 ഫ്ലെമിംഗോ.
യുക്രൈനിലെ പ്രമുഖ പ്രതിരോധ കമ്പനിയായ ഫയർ പോയിന്റ് ടെക്നോളജിയാണ് ഈ അത്യാധുനിക മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. നിലവിൽ യുക്രൈന്റെ പക്കലുള്ള ഏറ്റവും ദൈർഘ്യമേറിയ തദ്ദേശീയ പ്രഹര സംവിധാനവുമാണിത്. ശത്രുരാജ്യത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച നിലത്തുറപ്പിച്ച ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ഡിസൈൻ ചെയ്ത തദ്ദേശീയമായി വികസിപ്പിച്ച ഗ്രൗണ്ട് ലോഞ്ച്ഡ് ലോങ് റേഞ്ച് അൺമാൻഡ് ക്രൂസ് മിസൈൽ സംവിധാനമാണിത്. 3000 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ഇതിന് സാധിക്കും. അതായത് യുക്രൈൻ അതിർത്തിയിൽ നിന്നും റഷ്യയുടെ പകുതിയിലധികം ഭാഗവും ഈ മിസൈലിന്റെ പരിധിയിൽ വരും. 1150 കിലോഗ്രാം വരെയുള്ള വൻ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. മിസൈലിന്റെ പരമാവധി വേഗം മണിക്കൂറിൽ 950 കിലോമീറ്ററാണ്. സാധാരണഗതിയിൽ മണിക്കൂറിൽ 700 മുതൽ 900 കിലോമീറ്റർ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. ആകാശത്ത് തുടർച്ചയായി 4 മണിക്കൂർ വരെ പറക്കാൻ ഈ മിസൈലിനാകും. ഭൂനിരപ്പിൽ നിന്നും വെറും 20 മീറ്റർ മാത്രം ഉയർന്നോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ 10 കിലോമീറ്റർ വരെ ഉയർന്നോ സഞ്ചരിക്കാൻ ഇതിന് പ്രത്യേക കഴിവുമുണ്ട്. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് വളരെ താഴ്ന്നു പറക്കാനുള്ള ഇതിന്റെ ശേഷി ശത്രുക്കൾക്ക് വലിയ വെല്ലുവിളിയാണ്. മിസൈൽ വിക്ഷേപിക്കുന്നതിനായി വെറും 20 മുതൽ 40 മിനിറ്റ് വരെയുള്ള ചുരുങ്ങിയ സമയം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ എന്നത് പ്രധാന സവിശേഷത. ഇന്നത്തെ ആധുനിക യുദ്ധക്കളത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി GPS ജാമിങ്ങും ഇലക്ട്രോണിക് തടസ്സപ്പെടുത്തലുമാണ്. റഷ്യയുടെ അതിർത്തികളിൽ ശക്തമായ ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം സങ്കീർണമായ ഇലക്ട്രോണിക് യുദ്ധ സാഹചര്യങ്ങളിലും കൃത്യമായി ലക്ഷ്യം കാണാൻ FP5 ഫ്ലെമിംഗോയ്ക്ക് സാധിക്കുമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ സഹായങ്ങളെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ യുക്രൈൻ നടത്തുന്ന ശ്രമങ്ങളുടെ തെളിവാണ് ഈ മിസൈലുകളെന്നാണ് പ്രധാന നിരീക്ഷണവും. യുദ്ധം റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് കൂടുതൽ ശക്തമായി വ്യാപിപ്പിക്കുകയാണെന്ന മുന്നറിയിപ്പാണ് യുക്രൈൻ ഇതുവഴി നൽകുന്നത്. എന്താണെങ്കിലും റഷ്യൻ പരാജയം എന്ന വാർത്തകളൊന്നും സ്വീകരിക്കാൻ പുടിൻ തയ്യാറല്ല. റഷ്യയുടെ സൈനിക നടപടി ശക്തമായി തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നതും. എന്താകും ഈ രാജ്യങ്ങളുടെ ഭാവിയെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.